വടകരയിൽ യു.ഡി.എഫ് വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചെന്ന കെ ശൈലജയുടെ ആരോപണത്തിൽ രൂക്ഷ മറുപടിയുമായി ഷാഫി പറമ്പിൽ. വ്യാജ തെളിവ് വെച്ച ഒരാളെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്നത് തരംതാഴ്ന്ന നടപടിയാണെന്ന് ഷാഫി പ്രതികരിച്ചു. കാഫിറിന് വോട്ട് ചെയ്യരുതെന്ന് വടകരയിൽ യു.ഡി.എഫ് പ്രചരിപ്പിച്ചുവെന്നായിരുന്നു കെ ശൈലജ നേരത്തെ റിപ്പോർട്ടറോട് പറഞ്ഞിരുന്നത്. വടകരയിൽ യു.ഡി.എഫ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു. കാഫിറിന് വോട്ട് ചെയ്യരുതെന്ന് പ്രചരിപ്പിച്ചു. സ്ഥാനാർത്ഥി ഈ പ്രചരണത്തെ നിഷേധിച്ചില്ലെന്നുമാണ് കെ ശൈലജയുടെ ആരോപണം. കാഫിറിന് വോട്ട് ചെയ്യരുതെന്നടക്കം എഴുതി പ്രചരിപ്പിച്ചിട്ട് എന്ത് സൗമ്യമായിട്ടാണ് പറയുന്നത്. വർഗീയ ധ്രുവീകരണം വന്നു എന്നുള്ളത് നിശ്ചയിച്ചിട്ട് കണ്ടില്ലല്ലോ. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കണ്ടോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇത്ര ധാർമ്മികതയുണ്ടെങ്കിൽ പറയണ്ടേ? എന്താ വിചാരിച്ച ഈ നാട്ടിലെ മതന്യൂനപക്ഷ വിഭാഗം ആകെ കാഫിറിന് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യാണ്ടിരിക്കുന്ന ആളുകളാണെന്ന് ധരിച്ചു അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യലല്ലേ അത്? എന്നാൽ CPM കേന്ദ്രങ്ങൾ വ്യാജമായി സൃഷ്ടിച്ച സ്ക്രീൻഷോട്ട് ആധാരമാക്കിയുള്ള കെ ശൈലജയുടെ ആരോപണം തരം താഴ്ന്നതാണെന്നും വർഗീയവാദിയായി ചിത്രീകരിക്കുന്നത് സുഖകരമല്ലെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. കാഫിർ എന്ന് വിളിച്ചതിനെ ഷാഫി തള്ളി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കാഫിർ എന്നാരും വിളിച്ചിട്ടില്ല. കാഫിർ എന്ന് വിളിച്ചതായി പ്രചരിപ്പിക്കപ്പെട്ട സ്ക്രീൻഷോട്ട് ഫേക്കാണ്. അത് കേരളത്തിലെയും വടകരയിലെയും മൊത്തം ജനങ്ങൾക്കും ബോധ്യപ്പെടുകയും ചെയ്തിട്ടും അതിന് ഞാൻ തള്ളി പറഞ്ഞില്ല എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താ? പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഈ വർഗീയതയുടെ പട്ടം ഇങ്ങനെ ചാർത്തി കിട്ടുന്നത് രസകരമായിട്ടുള്ളൊരു അനുഭവമല്ല. വടകരയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കെ ശൈലജയും ഷാഫി പറമ്പിലും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് വോട്ടുകൾ യു.ഡി.എഫിന് കിട്ടിയില്ലെന്നും മുതിർന്ന യു.ഡി.എഫ് നേതാക്കൾ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിന്നുവെന്നും CPIM നേതൃത്വം ആരോപിച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങളെ ഷാഫി പറമ്പിൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. റിപ്പോർട്ടർ, കോഴിക്കോട്.